എൻ്റെ പേര് തങ്കമ്മ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഭീമനടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2025 ഡിസംബറിൽ ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഇവിടെ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മകൻ കള്ളു കുടിക്കുന്നതായിരുന്നു. അപ്പോൾ അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു ധ്യാനത്തിന് വാ, ധ്യാനത്തിന് വന്ന്. അപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പോഴും പറഞ്ഞു, നീ ഇവിടെ ഒരു ധ്യാനത്തിന് വാ, ഞങ്ങൾ വണ്ടേക്ക് അടുത്ത ആഴ്ച പോകുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഞാൻ കള്ളുകൂടി നിർത്തുകയല്ല, എനിക്ക് 2 പെഗ് അടിക്കണം, എന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം വരികയല്ലോ എന്നോർത്ത് ഇവന് ഒരു ഉത്തരീയം വിശ്വാസ പ്രമാണം ചൊല്ലി കഴുത്തേലിടാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കൊടുത്തു വിട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചു, നീ വാ, ഞങ്ങൾ വണ്ടേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, കള്ളുകൂടി നിർത്താനാണ് ഇനി അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കള്ളുകൂടി നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഉത്തരീയം ധരിച്ചു കഴിഞ്ഞാൽ അവൻ 7 ദിവസം കള്ളും എടുത്തു വെച്ചു, കള്ളു കുടിക്കാനും പറ്റിയില്ല, ഉറക്കവും വന്നില്ല. അങ്ങനെ 7 ദിവസം നോക്കിയിട്ട് പറ്റാതെ അവൻ കള്ളുകൂടി നിർത്തി. ഇപ്പോൾ 6.5 മാസമായിട്ട് അവനാ മദ്യപാനമില്ല, തീർത്തും. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കണ്ട ഉത്തിരിയത്തിൻ്റെ വലിയൊരു സാക്ഷ്യം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഈ ഉത്തിരിയം കഴുത്തിലിടുമ്പോൾ നമുക്ക് എല്ലാ വിധത്തിലും സ്വഭാവത്തിലും മാറ്റം വരുന്നു, നമ്മുടെ ആരോഗ്യത്തിൽ മാറ്റം വരുന്നു, ശാരീരിക രോഗപീഠകളിൽ മാറ്റം വരുന്നു, അങ്ങനെ മൊത്തത്തിൽ വലിയ സംരക്ഷണം കിട്ടുന്നു. ഒരു ഉത്തിരി എന്ന് പറയുന്ന ഈ സംഭവം കഴുത്തിൽ വെറുതെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്, എന്തെല്ലാം അത്ഭുതം അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനത്തെ ദൈവത്തെ സാക്ഷി ഇപ്പോൾ നമ്മൾ കേട്ടോ. അവൻ കഴുത്തിലിട്ടപ്പോൾ അവനത് ധ്യാനം പോലും കൂടിയില്ല, ആൾക്കിത് കഴിക്കാൻ എന്ത് ചെയ്താൽ പറ്റുന്നില്ല കണ്ടോ. പിന്നെ ഒരു വണ്ടേക്ക് അവനെ ഇവിടെ കൊണ്ടുപോയിരുന്നു. പക്ഷെ ആദ്യം ആ 10 മണിയുടെ ശുശ്രൂഷ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആദ്യമായിട്ട് ഇവിടെ വന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അത് അവൻ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ മെയ് 3 കടലുണ്ടി കൺവെൻഷന് പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കാലിന് കുറേ നടക്കുകയോ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര നീരും വേദനയായിരുന്നു. അപ്പോൾ ഒരു സച്ചൻ പ്രാർത്ഥനയിടയ്ക്ക് അങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു, കാലിന് വേദന നീരുള്ളവർ പ്രാർത്ഥിച്ചോളാൻ. അത് പൂർണ്ണമായും മാറിക്കിട്ടി. 3ാമത്തെ കൺവെൻഷൻ സമയത്ത് മെയ് മാസത്തിൽ മാറിയതാണ്. അതെ, ഇത്ര അനുഗ്രഹങ്ങൾ തന്നു നമുക്ക് നന്ദി പറയുന്നു. മോഹൻ ഇവിടെ വിദ്യാഭ്യാസം പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് അവന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ധ്യാനം കൂടിയത്. അതിനുശേഷം ഞാനും ഭാര്യയും കൂടി 13 വൺ ഡേ കൺവെൻഷൻ കൂടി ഇവിടെ. കാരണം മോഹന് ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് പാർട്ട് ടൈം ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു, വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നീട് ദശാംശം കൊടുത്ത് കൺവെൻഷൻ നടത്താമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും ചിന്തിച്ചു, അത് വേണ്ട, ആദ്യം തന്നെ കൺവെൻഷൻ 10,000 രൂപ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മെയ് മാസത്തിലെ ബൈബിൾ കൺവെൻഷൻ വന്നപ്പം 10,000 രൂപ വൺ ഡേ കൺവെൻഷൻ കൊടുത്തു. അതിനുശേഷം അച്ഛനെ കണ്ട് പ്രാർത്ഥനയിൽ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, 33 വിശ്വാസ പ്രമാണം 33 ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതാ പ്രാർത്ഥന തുടങ്ങി 5-ാം ദിവസം മകന് നല്ലൊരു കമ്പനി നടത്തുന്ന പെട്രോൾ സ്റ്റേഷനിൽ ജോലി കിട്ടി. ആ ജോലിയാണെങ്കിൽ ആദ്യം ഒരു ദിവസം 8 മണിക്കൂറാണ് പറഞ്ഞത്. പക്ഷേ അത് പ്രാർത്ഥന തുടർന്നതിൻ്റെ ഫലമായി അതിൽ കൂടുതൽ സമയം 2 ദിവസത്തോളം 10-25 മണിക്കൂർ കിട്ടാൻ തുടങ്ങി. ആ ജോലിയിൽ സാധാരണ പുറത്തു പോയാൽ കിട്ടുന്ന ജോലിയിലേക്കാണ് $25 പകരം $36, നൈറ്റാണെങ്കിൽ $45 കിട്ടുന്ന രീതിയിൽ അത്ര നല്ല ജോലി കിട്ടി. ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഉത്തിരിയം ധരിച്ചതിലൂടെ എനിക്കൊരു 3 അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഒന്ന്, മകന് ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ടാണ് പുറത്തേക്ക് പോയത്. അവനെപ്പോഴും അടിക്കടി പനി വരുമായിരുന്നു. ഉത്തിരിയം ധരിക്കുകയും ഭക്തവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇതുവരെ പനി വന്നിട്ടില്ല. അതുപോലെ തന്നെ അത് അത്രയും നല്ല തണുപ്പുള്ള രാജ്യമായിട്ട് പോലും അവന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. രണ്ടാമത്, അവൻ അവിടെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ആ സമയത്ത് ഒരു താടിക്ക് ഒരു ചെറിയ പരിക്ക് മാത്രം പറ്റിയുള്ളൂ, വേറെ മറ്റ് ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ല. അവിടെ ചികിത്സ കിട്ടിയ വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു 2 സ്റ്റിച്ചിൽ പ്രശ്നങ്ങൾ മാറിക്കിട്ടി അവൻ വലിയ അപകടത്തിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടുത്തി. മൂന്നാമതായിട്ട്, ഞാൻ പള്ളിയിൽ, എൻ്റെ ഇടവക പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കൈ ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് എൻ്റെ വലത് കൈ ഫാനിൻ്റെ ഇടയിൽ, സീലിംഗ് ഫാനിൻ്റെ ഇടയിൽ പോയി ഭയങ്കര ശബ്ദം കേട്ടു. പക്ഷേ എൻ്റെ കൈക്ക് യാതൊരു മുറിവോ ചതവോ ഒന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. ഇത്രയും അനുഗ്രഹം തന്നെ. നല്ലൊരു കൈയടി കൊടുത്തോട്ടെ. വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത് കേട്ടോ. വലിയ സാക്ഷിയാണ് നമ്മൾ കേട്ടല്ലോ അല്ലേ.